ഇതൊക്കെയാണ് കല്യാണത്തലേന്നിന് കിട്ടുന്നത്. ഞാൻ കല്യാണത്തിന് പോയതൊന്നുമല്ല കേട്ടോ, നമ്മുടെ വിൽട്ടണിൽ വന്നതാണ്. അവിടുത്തെ ഒരു ഐറ്റമാണ് ഇതായി കാണുന്ന കല്യാണത്തലേന്ന്. ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഈ ഒരൊറ്റ ഐറ്റം ഓർഡർ ചെയ്താൽ അതിൻ്റെ കൂടെ കിട്ടും. എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കല്ലേ. ഇതാണ് സാധനം. ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ തന്നെ അവർ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നടുക്ക് ബിരിയാണീൻ്റെ ചോറും സൈഡിൽ കൂടെ കുറേ ഡിഷസും. ഇത് പാൽക്കപ്പയാണെന്ന് തോന്നുന്നത്. പിന്നെ സൈഡിൽ അടുത്തുള്ളത് മറ്റേ നമ്മുടെ കപ്പ ബിരിയാണി. ഇത് കപ്പ ബിരിയാണി തന്നെ. നടുക്കുള്ള ചോറിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കൊള്ളാം, നല്ല മസാലയൊക്കെ ഉള്ള, അത്യാവശ്യം കുറേയൊന്നുമില്ല ചോറ്, എന്നാലും ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. രസമുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ബീഫ് വരട്ടിയതാണോ ബീഫ് ഫ്രൈ ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. പിന്നെ ഇവരുടെ ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് നമ്മൾ സാധാ സദ്യയും ചോറ് അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചാലും ഇങ്ങനെ കൊണ്ടുതരിക. ഒരു പാത്രം, വലിയൊരു പാത്രം, എന്നിട്ട് അതിൽ ഒരു വാഴയില മുറിച്ച് വെച്ചിട്ട് ഓരോ കറികളും ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നടുക്ക് ചോറും നമുക്ക് വേണ്ട സാധനം എടുത്ത് കഴിക്കാം. ഇതിലുള്ള എല്ലാ ഐറ്റംസും അത്യാവശ്യം രസമുണ്ട്. നമുക്ക് ഓരോ ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ഇതാണ് ഇതിനകത്തുള്ള മെയിൻ ഐറ്റം. ഈ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഗ്രേവിയും പിന്നെ ബീഫിൻ്റെ വലിയ 2 പീസുണ്ട്. 2 പീസുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത ഇങ്ങനത്തെ വലിയ 2 പീസ്. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അവിയൽ. അതും ബീഫ് അവിയലാണ്, ബീഫ് വെച്ചിട്ടുണ്ടാക്കിയ അവിയൽ. അത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പൊതുവേ അവിയലിൻ്റെ ഒരു ഫാനല്ല, പക്ഷേ ഈ ബീഫിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട്. എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ പാത്രത്തിൽ ഇരിക്കുന്നതാണ് ബീഫ് പെപ്പർ ഫ്രൈ. അതും നല്ല രസമുണ്ട് കേട്ടോ, നല്ല കറി, പക്ഷെ കുറച്ചുണ്ടായിരുന്നത്. പിന്നെ ഇതുണ്ടോ ഇടിയിറച്ചി ഉണ്ട് ഈ സൈഡിൽ. അതെനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഇടിയിറച്ചി വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഇതിലും ടേസ്റ്റുള്ള ഉണ്ടായിരുന്നു. ഇതെന്തോ തേങ്ങ കുറച്ച് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിപ്പോയി. പിന്നെയുള്ളത് ഈ ഐറ്റമാണ് പാൽക്കപ്പ. നല്ല രീതിയിൽ ഉടച്ച് തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പാൽക്കപ്പ. നെക്സ്റ്റ് കപ്പ ബിരിയാണി. ഞാൻ ശരിക്കും കപ്പ ബിരിയാണീൻ്റെ ഒരു വലിയ ഫാനാണ്. എവിടെ നല്ല കപ്പ ബിരിയാണി ഉണ്ട് പറഞ്ഞാലും ഞാൻ ബൈക്കെടുത്ത് പോയി അവിടെ പോയി കഴിച്ചു നോക്കും. ഇത് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഭയങ്കര സൂപ്പർ എന്ന് പറയാനുമില്ല, കൊള്ളില്ല എന്ന് പറയാനുമില്ല, ഒരു ആവറേജിൻ്റെ മുകളിൽ രസമുള്ള ഒരു കപ്പ ബിരിയാണി. മൊത്തത്തിൽ ഈ കല്യാണത്തലേന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ബീഫിൻ്റെ ഒരു അതിപ്രസരമാണ്. ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സാധനം നല്ലോണം ഇഷ്ടപ്പെടും. ഇതിലെ ഓരോ ഐറ്റംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നോക്ക്, ബീഫ് പെപ്പർ ഫ്രൈ, ബീഫ് ദം ബിരിയാണി, ബീഫ് അവിയൽ, ബീഫ് അച്ചാർ, ഇടിയിറച്ചി, കപ്പ ബിരിയാണി, പാൽക്കപ്പ, ഇതിലൊക്കെ ബീഫുണ്ട്. പിന്നെയുള്ള സാധനങ്ങൾ ഗ്രേപ്പിൻ്റെ ഒരു പൾപ്പുണ്ടായിരുന്നു, പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ഒരു ഹൽവ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് മുളകിലിട്ടത് അതുണ്ടായിരുന്നു, പിന്നെ ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സാലഡും അതും രസമുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു പപ്പടവും. കൊള്ളാം, അടിപൊളി സാധനം. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞത് 349 രൂപയാണ്. അത് വേർത്താണോ ചോദിച്ചാൽ ഇതെല്ലാം കൂടെ തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് ശരിക്കും നിറഞ്ഞ് പൊട്ടാറായി. ബീഫിൻ്റെ ഐറ്റമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. പിന്നെ ഇത് ഉച്ചയ്ക്ക് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, രാത്രി പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടൂല. അതൊന്ന് ഓർത്ത് വെച്ചോണം. ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പടത്തിലൊക്കെ കാണുന്ന പോലെ നാരങ്ങയിട്ട വെള്ളമൊക്കെ കൊണ്ട് തന്നായിരുന്നു. കുടിക്കാനല്ല, കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള.